റിൻസിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതും ആദം അവളുടെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നു. തൻ്റെ മകളുടെ വേർപാടിലും ഭർത്താവിൻ്റെ അറസ്റ്റിലും അവരാകെ തളർന്നു പോയിരുന്നു. ഒരുമിച്ച് അവർ രണ്ടുപേരെയും തനിക്ക് നഷ്ടപ്പെടുമെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഒരുവിധം ആളുകൾ അവരുടെ വീട്ടിൽ നിന്നും പോയിരുന്നു. കുറച്ച് റിലേറ്റീവ്സ് മാത്രം അവരുടെ അടുത്ത് അവരെ ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ ഇരിപ്പുണ്ട്. മമ്മി, അവൻ അവരുടെ മുറിയുടെ വാതിൽക്കൽ നിന്ന് വിളിച്ചതും ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഒരുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അങ്ങോട്ടേക്ക് കയറി വന്നതും അവരുടെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നവർ ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആദം അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അവരൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മമ്മിക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. റിൻസി, അവൾ മരിക്കാൻ കാരണം ഞാനാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. അവൻ പറഞ്ഞു നിർത്തിയതും അവർ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം തൻ്റെ മകള് മരിക്കാനുള്ള കാരണം അവൻ തന്നെയാണെന്ന് അവർ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. നീ നീയല്ലേ എൻ്റെ മകള് മരിക്കാൻ കാരണം? നീ നീ അവളെന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യയായിട്ട് അവളെ ഒന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഇരുന്നേനെ. എനിക്കിങ്ങനെ ആരും ഇല്ലാതായി പോവില്ലായിരുന്നു. അവളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവൾ എത്ര വട്ടം നിന്നോട് പറഞ്ഞു. ഒരു തവണയെങ്കിലും കേൾക്കാൻ നീ തയ്യാറായോ? പക്ഷെ നീ എന്താ ചെയ്തത്? ഒരു പട്ടിയുടെ വിലയെങ്കിലും നീ അവൾക്ക് കൊടുത്തോ? കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും പുറകിലല്ലായിരുന്നോ നീ? ഇന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം നീ മാത്രമല്ലേ ആദം? എന്നിട്ടിപ്പോൾ എല്ലാ കുറ്റങ്ങളും മരിച്ചുപോയ എൻ്റെ മകളുടെ തലയിൽ വെക്കാനാണോ നീ ശ്രമിക്കുന്നത്? അവർ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞതും അവരോട് തിരികെ മറുപടി ഒന്നും പറയാനാകാതെ അവൻ നിന്നു. ഞാനൊന്നും അവൻ എന്തോ പറയാനായി തുടങ്ങിയതും അവർ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട ആദം, നിന്നോട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. നിന്നെ കാണുന്നത് കൂടി എനിക്കിപ്പോൾ വെറുപ്പ് തോന്നുന്നു. എനിക്കാരെയും കാണണ്ട. മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അവർ കൈകൾ ഉയർത്തി അരിശത്തോടെ അവനെ നോക്കി പറഞ്ഞതും അവൻ തിരികെ ഒന്നും പറയാനാകാതെ ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൻ പുറത്തേക്കിറങ്ങിയതും അവനെ കാത്തുന്ന പോലെ സോണി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കി മുഖത്ത് പുഞ്ചിരി വരുത്തിയിട്ട് ആദം അവിടെ നിന്നും പോകാനായി തുടങ്ങിയതും സോണി അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൾ പിടിച്ചിരിക്കുന്ന കൈകളിലേക്കും. ആൻറ്റി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. വിഷമിക്കണ്ട. ചേച്ചി മരിച്ചതിൻ്റെ വിഷമം കൊണ്ട് ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു തീർത്തത്. ഒരുപക്ഷെ ആൻറ്റിക്ക് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതൊന്നും കാര്യത്തിലെടുക്കണ്ട. എല്ലാം ഒന്ന് ആറി തണുത്തതിന് ശേഷം ഒരു ദിവസം ഞാൻ ആൻറ്റിയെ കണ്ട് സംസാരിക്കാം. സത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ആൻറ്റിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇപ്പം എന്ത് പറഞ്ഞാലും അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല. അവനെ സമാധാനപ്പെടുത്താൻ എന്ന രീതിയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല സോണി. എല്ലാവരുടെയും മുൻപിൽ എനിക്ക് വില്ലൻ്റെ വേഷമാണ്. ഒരു പെണ്ണിനെയും കുഞ്ഞിനെയും ചതിച്ചവൻ, കെട്ടിയ പെണ്ണിനെ കൊന്നവൻ, കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാനോ സ്നേഹിക്കാനോ കഴിയാത്തവൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എനിക്ക്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒന്നും തന്നെ ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നില്ല. ശ്രമിച്ചാലും അതൊന്നും ഈ ജന്മത്ത് മാറിപ്പോകുമെന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണ്. ജയ, അവൾ എന്തോ പറയാനായി തുടങ്ങിയതും അവനൊരു പുഞ്ചിരിയോടെ അവളെ പിടിച്ചിരുന്ന കയ്യിൽ നിന്നും അവളെ മാറ്റി. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ സോണി. അപ്പയുടെ അടക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. മമ്മി ആകെ തളർന്നിരിക്കുകയാണ്. പള്ളിയിൽ പോയി അച്ഛനെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എത്രയൊക്കെ ദുഷ്ടത ചെയ്തു കൂട്ടിയാലും അയാൾ എൻ്റെ അപ്പനാണെന്നുള്ള സ്ഥാനത്ത് നിന്നും മാറില്ലല്ലോ. ഒരു മകനെന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ തലയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ. കൂടെ നിൽക്കാൻ ഒരു കൂട്ടുകാർ പോലും എനിക്ക് ഇപ്പോൾ ഇല്ല. ഇന്ന് സമാധാനിപ്പിക്കാൻ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും എൻ്റെ അടുത്തില്ല. സാരമില്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ അനുഭവിക്കണമെന്നായിരിക്കും ദൈവത്തിൻ്റെ വിധി. ഒറ്റപ്പെടൽ എപ്പോഴും വല്ലാത്തൊരു വേദനയാണ് സോണി. അവൻ വിഷമത്തോടെ പറയുന്നത് കേട്ട് സോണിക്കാകെ സങ്കടമായി. അത്രയും പറഞ്ഞ് അവളുടെ മറുപടിക്കൊന്നും തന്നെ കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്ന് നടന്നു. അവൻ പോകുന്നതും നോക്കി നിന്നു. ഷീതുവിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈകിട്ട് അവളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ദേവനാണെങ്കിൽ അവളെ ഇടവും വലവും ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ ഒപ്പം ഇരിക്കുകയാണ്. അച്ഛൻ്റെയും മകളുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നടുവിൽ ശല്യം ചെയ്യേണ്ട എന്ന് കരുതി ചാർലി കുഞ്ഞിനെയും കൊണ്ട് ഹാളിലിരിപ്പുണ്ട്. അച്ഛനും മോളും കൂടി ചേട്ടായെ ഗെറ്റൗട്ടടിച്ചോ? ഹാളിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർലിയെ നോക്കി റയാൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കേട്ടതും അവൻ പുഞ്ചിരിയോടെ തിരികെ റയാൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേടാ ഇപ്പോൾ സാധിച്ചത്. അവളതൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. അവരുടെ നടുവിൽ ഒരു ശല്യമായിട്ട് ഞാൻ വേണ്ടാന്ന് തോന്നി. അതുകൊണ്ട് ലാപ്ടോപ്പുമായിട്ട് ഇവിടെ വന്നിരുന്നേ. അവൻ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു. എന്നാലും ചെറിയൊരു കുശുമ്പ് കുത്താതിരിക്കുന്നില്ല. റയാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും കളിയാക്കി. അതെന്തായാലും ഉണ്ടാവൂടാ. ഇത്രയും നാൾ അവൻ കൈവെള്ളയെ കൊണ്ട് നടന്നതല്ലേ. പെട്ടെന്ന് അവിടെ മറ്റൊരാൾക്കും കൂടി സ്ഥാനം വരുമ്പോൾ അതുണ്ടാകും. അത് സ്വാഭാവികമാ. കേട്ടവൻ്റെ മമ്മി അവനെ നോക്കി പറഞ്ഞു. ചാർലി ഒന്നും മിണ്ടിയില്ല.
അത് മമ്മിക്ക് എങ്ങനെ അറിയാം? റയാൻ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. അത് നിന്റെ പപ്പ പണ്ട് എന്നെ അങ്ങനെയാ കൊണ്ടു കിടന്നത്. 2 വർഷം കഴിഞ്ഞിട്ടല്ലേ ഇവനുണ്ടാവുന്നേ? അവർ പറഞ്ഞുകൊണ്ട് ചാർലിയെ നോക്കി. അതുകൊണ്ട്? റയാൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. 2 വർഷം നിങ്ങളുടെ പപ്പ എന്നെ ഇടവും വലവും പോകാൻ സമ്മതിക്കാതെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനുണ്ടായപ്പോൾ 2 വർഷം കാത്തിരുന്ന് കിട്ടിയ കുരുന്നല്ലായിരുന്നോ? നിങ്ങളുടെ പപ്പയ്ക്ക് കൂടുതൽ കൺസിഡറേഷൻ ഇവനിലേക്ക് പോയി. പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആകെ സങ്കടം വന്നു. ഒന്നാമത് ഞാൻ ഇവനെ പ്രസവിച്ച് കഴിഞ്ഞ് ആ ഒരു മൂഡിലാണ്. അതിൻ്റെ കൂടെ ഇച്ചായൻ എന്നേക്കാൾ കൂടുതൽ ഇവനെ സ്നേഹിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പോസസീവ്നെസ് എന്ന് നിങ്ങളിപ്പോൾ പറയില്ലേ, അത് തന്നെ. അവർ ചിരിച്ചുകൊണ്ട് തൻ്റെ 2 മക്കളെ നോക്കി പറഞ്ഞു. ബെസ്റ്റ്. എന്നിട്ട് സ്വന്തം കൊച്ചിനെ സ്നേഹിക്കുന്നതിന് കുശുമ്പ്. അപ്പം അമ്മയ്ക്ക് എന്നോട് കുശുമ്പുണ്ടായിരുന്നു അല്ലേ? അത് കേട്ടതും ചാർലി അവരെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. അതല്ല പെണ്ണുങ്ങൾക്കും തോന്നുന്നതാ. സ്വന്തം ഭർത്താവ് കൂടുതലായിട്ട് സ്നേഹിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ സ്നേഹം അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ തോന്നും. അവർ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ചാർലിയും റയാനും പരസ്പരം നോക്കി ചിരിച്ചു. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? റയാൻ സംശയത്തോടെ അവരെ നോക്കി. എന്തുണ്ടാവാൻ? ഒരു ദിവസം ഞാൻ ഭയങ്കര കരച്ചിലും ബഹളമായി. ഇന്നതിന് ഓരോ പേരൊക്കെ ഉണ്ട്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. പണ്ടും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴതിന് പേര് കണ്ടുപിടിച്ചതെന്ന് മാത്രം. പ്രസവിച്ച് കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ പെൺപിള്ളേരുടെ ഹോർമോണൊക്കെ ചേഞ്ച് ആകും. അപ്പം അവർക്ക് ഇന്നീ പറയപ്പെടുന്ന മൂഡ് സ്വിങ്സ് ഒക്കെ കൂടുതലായിട്ട് തോന്നും. തന്നെ ആരും സ്നേഹിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, എല്ലാവർക്കും കുഞ്ഞിനെ മാത്രം മതി. അങ്ങനെയൊക്കെ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ തോന്നും. അങ്ങനെ തോന്നി അവസാനം ഞാൻ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളവും പരാതി പറച്ചിലും ഒക്കെയായി. ആദ്യമൊക്കെ ഇച്ചാൻ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നുമില്ലാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നെ എൻ്റെ ദേഷ്യവും വാശിയും സങ്കടവും ഒക്കെ കണ്ട് ഒരു ദിവസം പിടിച്ചു നിർത്തി ചോദിച്ചു. അന്ന് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് ഇച്ചാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അന്ന് എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയുടെ തലക്കിട്ടൊരെണ്ണം കൊടുക്കാനാ തോന്നിയത്. അവർ പറഞ്ഞുകൊണ്ട് ചിരിച്ചതും അവർ പറയുന്നത് കേട്ട് ചാർലിയും റയാനും പരസ്പരം നോക്കി ചിരിച്ചു. ഈ മമ്മി ഭയങ്കര സാധനമല്ലേ ചേട്ടായി? റയാൻ പറയുന്നത് കേട്ട് അവർ അവൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി. നിനക്കൊക്കെ ഇപ്പം അങ്ങനെ തോന്നും. നിന്റെ കെട്ടിയോളുമാരൊക്കെ ഇതുപോലെ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയട്ടെ, അപ്പം അറിയാം. അതും പറഞ്ഞവർ ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. റയാൻ ചാർലിയെ നോക്കി ചിരിച്ചിട്ട് അവൻ്റെ അടുത്തേക്കിരുന്നു. ഇന്ന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് അല്ലേ ചേട്ടായി? എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോൾ ആകെ ഒരു സന്തോഷം. റയാൻ പറഞ്ഞതും ചാർലിക്കും അത് ശരിയാണെന്ന് തോന്നി. ചേട്ടായി, എനിക്കൊരു സംശയം. അവൻ പറഞ്ഞതും ചാർലി അത് എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് റിൻസി മരിച്ച സ്ഥിതിക്ക് ഇനി ആദം അവൻ ഇനി കുറച്ചുകൂടി സ്ട്രോങ് ആകുമോയെന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏട്ടത്തെയും കുഞ്ഞിനെയും തിരക്കി അവൻ ഇനിയും വരുമോ എന്ന്. ഇനിയിപ്പോൾ റിൻസിയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല അവൻ്റെ അപ്പനും മരിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനിയാ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ചേട്ടായി. റയാൻ പറയുന്നത് കേട്ട് ചാർലി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതാ ചേട്ടായി. അവൻ നോക്കുന്നത് കണ്ട് റയാൻ വീണ്ടും പറഞ്ഞു. നീ പറഞ്ഞ അതേ സംശയം എൻ്റെ മനസ്സിലുണ്ട്. വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഇനി അവൾ എന്നെ വിട്ടു പോവില്ല, അതെനിക്ക് ഉറപ്പാ. അവരെ രണ്ടുപേരെയും കിട്ടാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യുമോന്നാണ് എൻ്റെ സംശയം. ചാർലി പറഞ്ഞതും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ റയാൻ തലകുലുക്കി. ആ സമയം അത്രയും ഷീതു ഒരു അച്ഛൻ്റെ സ്നേഹത്തിലും കരുതലും ആസ്വദിക്കുകയായിരുന്നു. ഇതുവരെ താൻ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ആഗ്രഹത്തോടെ നോക്കി നിന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ പോലും ഈ ജീവിതത്തിൽ താനത് അനുഭവിക്കുമെന്ന് അവൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളോ അത് ആവോളം ആസ്വദിച്ചു. അച്ഛാ. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ദേവനെ നോക്കി അവൾ വിളിച്ചു. അയാൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ ഒന്നുമില്ല എന്ന് തലയാട്ടി. എന്താ മോളെ, എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറ. അയാൾ പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു. ഇല്ല അച്ഛാ, അത് ഒന്നുമില്ല. അവൾ വീണ്ടും അയാളെ നോക്കി മറുപടി പറഞ്ഞു. എന്തു പറ്റി? എന്താണേലും എൻ്റെ മോൾ അച്ഛനോട് പറ. അയാൾ വീണ്ടും അവളെ നിർബന്ധിച്ച് ചോദിച്ചു. അത് ഇല്ലച്ചാ, എനിക്ക് ആവശ്യമൊന്നുമില്ല. ഞാൻ അത് ചോദിക്കാനല്ല, എനിക്ക് മറ്റൊരു കാര്യം. പക്ഷേ ഞാനത് ചോദിച്ചാൽ അച്ഛനത് വിഷമമാവോ? അവൾ സങ്കടത്തോടെ അയാളെ നോക്കി. അതിനയാൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അയാൾ അങ്ങനെ ചിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. മോളെ, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നീ. നിനക്ക് വേണ്ടി അച്ഛൻ ഇത്രയും കാലം ജീവിച്ചത്. നിന്നെയാണ് ഞാൻ അന്വേഷിച്ചത്. നിന്നെ അന്വേഷിച്ച എല്ലാ സ്ഥലവും ഞാൻ അലഞ്ഞു പോയിരുന്നു. അതൊക്കെ എൻ്റെ ഈ മോളെ കണ്ടെത്താൻ വേണ്ടി മാത്രമായിരുന്നു. ഈ നാട്ടിലേക്ക് ഞാൻ വരുമ്പോൾ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടെത്തുമെന്ന്. ഇതിലും വലിയ സന്തോഷം എനിക്കിനി ഒന്നും നേടാനില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള ഒന്നിനെ പറ്റിയും ഓർത്ത് ഞാൻ വിഷമിക്കുന്നില്ല. ഈ ജീവിതം കൊണ്ടൊരു തൃപ്തി തോന്നിയത് നിന്റെ ഈ മുഖം കണ്ടപ്പോഴാ. അയാൾ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവളൊന്ന് പുഞ്ചിരിച്ചു. എന്താ എൻ്റെ മോൾക്ക് എന്നോട് പറയാനുള്ളത്? അയാൾ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. അതച്ചാ, എൻ്റെ അമ്മയുടെ പേരെന്താ? അമ്മ എങ്ങനെയായിരിക്കുന്നേ? അമ്മയുടെ ഫോട്ടോ വല്ലതും അച്ഛൻ്റെ കയ്യിലുണ്ടോ? ഞാൻ അച്ഛനെ പോലെ ഇരിക്കുന്നതെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. അത് ആദ്യം എന്നോട് പറഞ്ഞത് നമ്മുടെ ആവണിയായിരുന്നു. ഇത് ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ എനിക്കൊരാഗ്രഹം,
അമ്മ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാൻ. പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അയാളൊന്ന് ഞെട്ടിപ്പോയി. അയാൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൾക്ക് സങ്കടം വന്നു. അച്ഛാ, പറയാൻ പറ്റില്ലേ പറയണ്ട. എനിക്കറിയാൻ വേണ്ട. ഞാൻ വെറുതെ ഒരു ആകാംക്ഷയുടെ പുറത്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. സങ്കടമാണേ പറയണ്ട അച്ഛാ. എനിക്കെൻ്റെ അച്ഛനെ മാത്രം മതി. അവൾ പറഞ്ഞുകൊണ്ട് അയാളെ ചുറ്റിപ്പിടിച്ചു. അയാളതിനൊന്നും മറുപടി പറയാതെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ തലോടി. മോൾക്ക് അമ്മയെ കാണണോ? കുറച്ച് നിമിഷം കഴിഞ്ഞതും അയാൾ അവളോട് ചോദിച്ചു. അവൾ സംശയത്തോടെ അയാളുടെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. പറയ്, മോൾക്ക് കാണണോ? അയാൾ വീണ്ടും ചോദിച്ചതും അവൾ വേണമെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തല കുലുക്കി. മോളുടെ അമ്മ ഈ നാട്ടില് മോളുടെ കൺമുൻപിൽ തന്നെയുണ്ട്. അവളെ നിനക്കറിയാം. അയാൾ പറയുന്നത് കേട്ട് അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ആകാംക്ഷ വർദ്ധിച്ചു. ആരാ അച്ഛാ അത്? ആരാ എൻ്റെ അമ്മ? അവൾ ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അത് മരിയ. അയാൾ അവളെ നോക്കി മറുപടി പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അങ്ങനെ ഒരു പേര് കേട്ടതും അവൾക്കത് ആരാണെന്ന് മനസ്സിലായില്ല. മരിയ? അയാൾ പറയുന്നത് കേട്ട് അവളുടെ ചുണ്ടുകൾ പന്ത്രിച്ചു. അതേ മോളെ, സോണിയുടെ അമ്മ മരിയ. അവളാ നിൻ്റെ അമ്മ. ഞാൻ സ്നേഹിച്ച, നിനക്ക് ജന്മം നൽകിയ നിൻ്റെ സ്വന്തം പെറ്റമ്മ. അയാൾ പറയുന്നത് കേട്ട് ഷീതു ഞെട്ടിപ്പോയിരുന്നു.